തഴവ ഗ്രാമപഞ്ചായത്തിന് 66,93,00,000 ബജറ്റ്. ഉൽപാദന ആരോഗ്യ മേഖലയ്ക്കും മാലിന്യ സംസ്കരണത്തിനും ദാരിദ്ര്യ ലഘൂകരണത്തിനും പ്രധാന പരിഗണന നൽകിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. മാലിന്യ സംസ്കരണം, ആരോഗ്യ മേഖല, ദാരിദ്ര്യ ലഘൂകരണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയാണ് തഴവ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഭവന മേഖലയ്ക്കും കാർഷിക മാലിന്യ സംസ്കരണ മേഖലയ്ക്കുമാണ് ബജറ്റ് പ്രാമുഖ്യം നൽകിയിട്ടുള്ളത്. 66,93,15,523 രൂപ വരവും 66,12,44,600 രൂപ ചെലവും 80,70,923 രൂപ മിച്ചവുമുള്ള ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ശൈലജ അവതരിപ്പിച്ചത്. 2024-25 ബഡ്ജറ്റാണ് ഇത് അവതരിപ്പിക്കുന്നത്. ആകെ 66,93,15,523 രൂപ വരവും 66,12,44,600 രൂപ ചെലവും 80,70,923 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന വരവാണ് ഇവിടെ. ഭവന നിർമ്മാണ മേഖലയ്ക്കായി 16 കോടി രൂപയും മാലിന്യ സംസ്കരണത്തിനായി 75 ലക്ഷവും ആരോഗ്യ മേഖലയ്ക്ക് 1 കോടി രൂപയും ബജറ്റിൽ നീക്കിവെച്ചു. ദാരിദ്ര്യ ലഘൂകരണത്തിന് 15 കോടിയും ഉൽപാദന മേഖലയ്ക്ക് 2 കോടിയും ബഡ് സ്കൂളിന് കെട്ടിടം നിർമ്മിക്കുന്നതിന് 60 ലക്ഷം രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. കേളി തരംഗ് എന്ന പേരിൽ കുറ്റിപ്പുറത്ത് നിർമ്മിക്കുന്ന സാംസ്കാരിക പൊതു ഇടത്തിന് 1,50 ലക്ഷം രൂപ പ്രത്യേകമായി വകയിരുത്തി. ബജറ്റ് അവതരണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ അധ്യക്ഷത വഹിച്ചു. വരും കാലങ്ങളിൽ നമ്മുടെ പഞ്ചായത്തിലെ എത്ര ഉത്തരവാദിത്വം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള തരത്തിലേക്ക് ഈ ചർച്ച ഉപകരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ ആഹാരം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പോകാവൂ. ബഡ്ജറ്റ് നിങ്ങളുടെ എല്ലാം നിർദ്ദേശമനുസരിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് ഈ ബഡ്ജറ്റ് അംഗീകരിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അഡ്വക്കേറ്റ് ആർ അമ്പളിക്കുട്ടൻ, ബി ബിജു, മിനി മണികണ്ഠൻ, പഞ്ചായത്ത് അംഗങ്ങൾ, CDS ചെയർപേഴ്സൺ, സെക്രട്ടറി എം റുബീന, നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.